ഇന്ന് നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കാണാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഗോൾഡ് വിന്നറും നെയ്യും കൂടെ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അരി എടുത്തിരിക്കുന്ന അരി സാധാരണയായിട്ട് എല്ലാവരും പച്ചരി കുതിർത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിക്കകത്ത് ഏകദേശം 1/2 കിലോ അരിപ്പൊടിയുണ്ട്. അതിനകത്തോട്ട് ഒരു 350 ഗ്രാമോളം, ഏകദേശ കണക്കാണ്, 350ഓളം ഗ്രാമോളം ശർക്കര ഉരുക്കി ചേർത്തതും, പിന്നെ കുറച്ച് എള്ളും തേങ്ങാക്കൊത്തും ഏലക്കപ്പൊടിയും ജീരകവും എല്ലാം കൂടി ഇങ്ങനെ വറുത്ത് ചേർത്തിരിക്കുന്നതാണ്. അത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ ഒരു 3-4 പാളയംകുടം പഴം കൂടെ ചേർത്ത് ഞാൻ ഒരു 3-4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചുടുന്നതാണ്. ഇതേപോലെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഉണ്ണിയപ്പക്കാരയുടെ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ലതായിട്ട് ഫ്ലഫി ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. നമുക്ക് നല്ല അരിപ്പൊടി കൊണ്ട് നമുക്ക് നന്നായിട്ട് വറുത്ത അരിപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള അപ്പമാണ് ഇത്. ഉപ്പൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം വെന്ത് വരുമ്പോഴത്തേനും നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേ.